പൂമോളമ്മയ്യേ, നിങ്ങള് കണ്ടില്ലേ പൂമോളോടത്തെ പെരേ എന്താ വൃത്തിയും പൊടിപ്പും. എന്റെ കുട്ടിക്ക് ഏതായാലും ഇജാതി കിടക്കണ മുറ്റൊന്നും അടിച്ചേണ്ട ഒരാവശ്യം വരൂല. ഒരു മരോ ഇലേ പൊടിയോ ചളിയോ ഒന്നുമില്ല അല്ലേ. ചെന്നത് ഏതായാലും നല്ല ഉസാറാണ്. അതൊക്കെ കണ്ടാൽ തന്നെ മനസ്സട് നിറയും. ഇങ്ങനൊരു ബന്ധം ഒത്തിട്ടുന്നേ കരുതിയത് തന്നെ അല്ല. ഒക്കെ അല്ലാൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് അല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളാരെങ്കിലും ഓർത്തിക്കണോ ഇങ്ങനൊരു ബന്ധം ഒത്ത് കിട്ടുന്ന്? ഒന്നും ആലോചിച്ചാതെ എത്ര ആൾക്കാർ ഇപ്പൊ ഇതിന് പറഞ്ഞു കുറ്റം. അത് ശരിയാകൂല, മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ. ആരും ഇപ്പൊ അതിനോട് എതിർക്കാതെ ഇപ്പൊ ഇതോട് ഒന്നും നോക്കാതെ നടത്തുകൊണ്ടല്ലേ. ഇതപ്പേ ഇമ്മുട്ടിയേ എന്തേ എടി, ഞാനൊരു കാര്യം ആലോചിച്ചിരുന്നു. ഒരു കാര്യം മനസ്സിലായോ? നമ്മള് പൂമോളെ കൊടുന്നതേ ബാപ്പുട്ടിക്ക് അത്ര പറ്റിയിട്ടില്ല. ഓൻ്റെ ഉമ്മാക്ക് വലിയ കുഴപ്പമില്ല, റസിയാക്കും തരക്കേടില്ല. ബാപ്പുട്ടിക്ക് നമ്മള് ചെന്നപ്പോഴും പോന്നപ്പോഴും ഒന്നും ഓൻ്റെ മുഖത്തിന് വലിയ ഒരു സുഖം പോരാ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം പൂമോളെ. ഇപ്പൊ തന്നെ ഓൻ്റെ ചൊൽപ്പടിക്ക് നിന്നുകാണ്ടേ ഈ വരവും പോക്കൊന്നും ഇല്ലാതെ കരുതിട്ടന്മാരെ കുട്ടി. എൻ്റെ ഉമ്മാക്കേ ആരുമില്ല. ഇജേ ആണായിട്ടും പെണ്ണായിട്ടും ഒറ്റ ഒരുത്തിയുള്ളൂ. ഒന്നും വന്നും ഇടക്കും തലക്കും പോയി വന്നു നിന്നും പാർക്കാനൊക്കെ ഉള്ളതേ ഇജ ഒരുത്തിയാ. അത് എപ്പോഴും ഓർമ്മ വേണം എനിക്ക്. ഞങ്ങളിപ്പോ വരുവോണ്ടല്ലേ എനിക്ക് ഇവിടെ ഒന്ന് വരാൻ കൂടിക്കണത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ വരവ് നിക്കലൊക്കെ ഉണ്ടാകുവോ? അതിപ്പോ പൂമോളമ്മയെ പുതുക്കത്തിൽ അങ്ങനെ തന്നെ അല്ലേ ഇപ്പൊ എല്ലാ ചെറുപ്പക്കാരും. ഒക്കെ എൻ്റെ കുട്ടീനോടുള്ള സ്നേഹം കൊണ്ടാ. ഉമ്മക്ക് ഓളെ കാണാൻ പൂതിയാകുമ്പോഴും ഒപ്പം കൊടുന്ന് പാർപ്പിച്ചണമെന്നുണ്ടെങ്കിലും ഇതേപോലെ കൊണ്ട് പോണം. നമ്മളിപ്പോഴും പോയതാ വൈകുന്നേരം ആകുമ്പോഴേക്കിന് ഓളോടെ പോയി വിരുന്നിറക്കലും പോരലും കഴിഞ്ഞില്ലേ. ഒരു ദിവസത്തെ മെനക്കടല്ലേ ഉള്ളൂ. ഇതേപോലെ കാട്ടണം, അല്ലാതെ പിന്നെ ആ ഒക്കെ ശരി തന്നെടി. അത് വിചാരിച്ചണ്ടേ എല്ലാ ഇഷ്ടങ്ങളും അവകാശേ ഓൽക്കായിട്ടാണ് വിട്ടുകൊടുക്കരുത് എന്നാ ഞാൻ പറഞ്ഞിക്കണത്. കുട്ടിയെ നമ്മളതാണ്. ഓൽക്കേ ഒന്നല്ലെങ്കിൽ ഒന്ന് കിട്ടും. ഇപ്പൊ കണ്ടില്ലേ. അതുകൊണ്ടാ ഞാൻ മുൻകൂട്ടി തന്നെ പറയണത്. അത് മനസ്സിലാക്കിയാൽ മതി. അതിനിപ്പോ ആകെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ഇവിടെ തികയണല്ലേ ഉള്ളൂ. ഇന്ന് വരെ ആയിട്ടൊരു വർത്താനം കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അയറ്റം കിടന്ന ഒരു പ്രശ്നവും ഇവിടെ വന്നിട്ടില്ല. പോരാത്തതിന് ഇവിടെ വന്ന് പാർത്തും പോയതാണ്. നിങ്ങൾക്ക് തോന്നിക്കണോ എൻ്റെ വർത്താനത്തിൽ നിന്ന് എന്തെങ്കിലും? ഒരു കുഴപ്പം ഉണ്ടാകൂല. നിങ്ങളിങ്ങനെ ബേജാറൂട്ടാ ഞാൻ മതി. പിന്നെ നമ്മളെ കുട്ടിയല്ലേ ഓലപ്പം പാർക്കണത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇമ്മൊന്ന് മുണ്ടാന്നാണേ. ആ പോയോരൊക്കെ വന്നാ പെണ്ണിനെ കൊടുന്നിക്കണാ? ആടി പെണ്ണിനെ കൊടുന്നിക്കണ് ആക്കണ്. ഏ ആ എന്താ അവളെ അന്നെ എല്ലാരോടും വന്ന് കൂട്ടിക്കൊണ്ടിരുന്നപ്പ ഓൻ്റെ ഇപ്പോൾ പോന്നൂടെന്നാ? നിങ്ങക്ക് വണ്ടിയൊക്കെ ഉള്ളതല്ലേ? ആ അത് സുബൈദ, ഞങ്ങളിപ്പോ ഇനി കുട്ടീനെ കാണാൻ വേണ്ടി പോയതല്ലേ. പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഓളം മുഖട് കണ്ടപ്പോഴേ 2 ദിവസം കൂടെ കൊടുന്ന് പാർപ്പിച്ചാലോന്ന് കരുതി അങ്ങനെ കൂട്ടി ഒപ്പം കൊടുന്നതാണ്. പാർപ്പിച്ചാന്ന് കരുതിയിട്ട് തന്നെ അല്ല. പിന്നെ ഓൽക്കും വലിയ കുഴപ്പമൊന്നുമില്ല കൊണ്ടുവരാണെന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെ ഉണ്ടായ പോരലാണ്. അതിപ്പോ ഏതായാലും നന്നായി താത്ത, എല്ലോണ്ടും നല്ലതാ. ഇപ്പഴേ ഈ വരവും പോക്കൊക്കെ നടക്കുള്ളൂ. ഇനിയിപ്പൊ നിങ്ങളെ പൂമോക്ക് വിശേഷമൊക്കെ ആകൂലേ ഇല്ലേ അമിനമ്മയ്യെ? ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ ചെല്ലണതാ കണക്ക്.
ഒരു കാര്യം ഓർത്താലേ ഇതൊക്കെ നേരത്തും കാലത്തും ആകുക നല്ലത്. എന്നാലും ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞൂടണ്ടേ അല്ലേ പൂമോളെ? ഹൗ വിശേഷം വിശേഷം ഒന്നും ഇപ്പൊ തന്നെ ഒന്നും മാണ്ടടി. ഒരു കൊല്ലെങ്കിലും ഒക്കെ കജ്ജട്ടെ. ഈ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ തന്നെ കെട്ടിച്ചു കൊടുത്തതേ മഹാ പൊട്ടത്തരയിക്കണേ. കല്യാണം തന്നെ ഇപ്പൊ തന്നെ മാണ്ടേന്നില്ലെന്നാ ഞാൻ അവളോട് എപ്പോഴും പറഞ്ഞിക്കണത്. പിന്നൊക്കെ വിധിച്ചതല്ലേ നടക്കുള്ളൂ. അതിൻ്റെ ആൾക്കാരോട് പൊയ്ക്കോട്ടെ. കുട്ടികളാകാനൊക്കെ എളുപ്പമുണ്ടാകും. അതൊന്നും ഇപ്പൊ തന്നെ ഒന്നും കജ്ജൂല. കുറച്ചവിടെ കജ്ജട്ടെ. എന്തൊരു വർത്താനാ അമ്മായി എങ്ങളീ പറയണത്? നിങ്ങൾക്കൊക്കെ വയസ്സ് കൂടിക്കൂടി വരല്ലേ. ഒരു പേരക്കുട്ടീനൊക്കെ കളിപ്പിച്ച് കുത്തിർക്കേണ്ട സമയം അപ്പൊ അല്ലേ പൂമോളെ? അത് പിന്നെ ഹലോ പൂമോളെ. ഹലോ. അവിടെ എത്തിയോ? എത്തിക്കണ്. എന്തെടുക്കുക? ഞാനെന്താ പൂമോളെ ആലോചിച്ചവിടെ കിടക്കുക. എന്താ അത്ര ആലോചിക്കാന്? അതെ ഇപ്പം എന്താ പറയുക, കുറച്ച് ദിവസം പൂമോളിഞ്ചപ്പുണ്ടെന്നില്ലേ, ആ ഓർമ്മകളൊക്കെ ആലോചിച്ച് ഞാൻ അങ്ങനെ കിടക്കുക ഇവിടെ. എത്ര ചെറിച്ചിന്? ഒന്നുമില്ല. ഇമ്മ അമ്മയൊക്കെ ഇവിടെ? ഇവിടെ ഉണ്ട് പുറത്ത്. അപ്പുറത്തെ വീട്ടിലത്തെ ഒരു ഇത്താത്ത വന്നിട്ടുണ്ട്. ഓലോട് വർത്താനം പറയാ. ഓലെന്താ പറയണേ? പറയ്. അത് ഒന്നുമില്ല. പറയ് എന്നാണ്ട് പേരിട്ട് അങ്ങോട്ട്. വേണ്ട 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 കേട്ടോ. എന്നാ പറയ്. അത് പറയാൻ പറ്റൂല. എന്നാ ഞാനടുപ്പ വരും. അത് ഇനിയിപ്പോ ഏതായാലും പെണ്ണ് വരുകൊണ്ടേ കുറച്ച് ദിവസം ഒരാട്ടം എനക്കുണ്ടാകൂലേ. ഇനിയിപ്പോ ഇത്താത്താക്ക് വെറി അറിഞ്ഞോണ്ട് നടക്കണ്ടല്ലോ. ചോറും കഞ്ഞിയൊക്കെ നേരത്തും കാലത്തൊക്കെ വെച്ചും തിന്നൊക്കെ കജ്ജ. അല്ലെങ്കിൽ തിജ്ജും പിടിപ്പിച്ചൂല. അങ്ങനെ നടക്കലല്ലേ. അല്ല പെണ്ണേ പൂമോളെ, ആ ചവിട്ടുന്ന ഫോണും വെച്ചിട്ട് പോന്നാ ചോദിച്ചട്ടെ എന്നോടേ. പെണ്ണ് വന്ന് കേറാനും ഒഴിവില്ല അമ്മയ്യേ. ചവിട്ടിന് പോണ എന്താപ്പ എന്റെ പുതിയാപ്പിളക്ക് ഇത്ര പറയാന്? ഇജ്ജ് കുറച്ച് ദിവസേ ഞങ്ങളെ കുട്ടിയാണ്, ഇങ്ങോട്ട് വാ. കുട്ടിയൊക്കെ നമ്മളെ തന്നെയാണ്. ഓന്റെ ഓളെയും ചേരും തഞ്ചോ കണ്ടിട്ടേ ഇന്നെ വന്ന് കൊണ്ടുപോകാവോ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിട്ടോ. വിളിച്ചുമ്പോളേ ഒരാഴ്ച പിടിച്ചു നിർത്തിക്കോണ്ടി. ആ കന്റെ മിടുക്കാണേ. അവനാന്റെ കുട്ടികളാണേ. നല്ലേൽക്കൊന്ന് നിന്നോട്ടെ. അവനാന്റെ പേരേൽ വരുമ്പോഴേ ചൊഗിനും ചെറുക്കൊന്ന് നിക്കാൻ പറ്റുള്ളൂ. അതിനിപ്പോ പറഞ്ഞിട്ടിപ്പോ എന്താ നമ്മള് കാട്ടണത്? നമുക്കിപ്പോ പറയാനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ രണ്ടു ദിവസം ചൊഗിനും ചെറുക്കിപ്പോ നിന്നോട്ടെ. നമ്മള് കൊടുത്തയച്ചില്ലേ. ഇനിയിപ്പൊ കുട്ടി ഓൾതല്ലേ അല്ലേ സുബൈദ? എനിക്കറിയോ പൂമോളെ കാണാൻ വന്ന സമയത്തൊക്കെ എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടി ഓനായിട്ടൊന്ന് ഒത്തുപോയാൽ മതിയെന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ല. എനിക്കറിയോലോ എങ്ങനെയും ഇത് നന്നാകൂല നടക്കൂല തന്നെയായിരുന്നു. പിന്നെ പിടിച്ച വാശിയോലെ നടന്നല്ലേ. ഇപ്പം എല്ലാം കൊണ്ട് റാഹത്താണ് സുബൈദ. ഇനിയിപ്പോൾ ഓല് കൊണ്ടുവന്നാക്കേ അതൊക്കെ ഓലെ ഇഷ്ടം പോലെ ആകട്ടെ. അതപ്പം ഞാൻ അതൊക്കെ ഒന്നും പറയാത്ത അഭിപ്രായം. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനപ്പോൾ അവിടെ കൊണ്ടുപോകുന്നത്. ഓരല്ലേ വെച്ചപ്പോൾ ഓളും റെഡിയാണ്. അങ്ങനെ ഇപ്പം അമ്മായിൻ്റെ ഒപ്പം തന്നെ 2 ദിവസം നിൽക്കും ചേച്ചാ. അമ്മായിക്കും തന്നെ തിരക്കന്നെയല്ലേ. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇത് കഥ. ഈ ചുമ്മൂട്ടിയെ ആ പെണ്ണ് വിളിച്ചോണ്ടെന്ന് എന്തേലും തിന്നാൻ കൊടുത്താ ആ പോകുമ്പോൾ ഇപ്പോ ഇച്ച് പത്ത ചൊർക്ക് വരാ. വിളിച്ചവിടെ കൊണ്ടുപോകാവോ. ഇവിടെ അവനാൻ്റെ അടുത്ത് നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് ചൊകിനും ചെലുക്കൊന്നേ തിന്നാൻ കൊടുത്തൊന്ന് നന്നാക്കണം. അതിനെ കണ്ണു മോറൊക്കെ പറ്റേക്കണേ. ചെല്ല് വിളിച്ചോടുന്നാ.
പറയ്. അത് ഓല് പറയാ ജത്താച്ചാവൊന്ന് പറയ് പോമോളെ. വിശേഷം. വിശേഷം